കളമശ്ശേരിയിൽ തെരുവുനായ ആക്രമണത്തിൽ 8 പേർക്ക് കടിയേറ്റ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ്. വിവരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നവമി ദിനേശ് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. നവമി, ഗുഡ് മോർണിംഗ്. എന്തായാലും തെരുവുനായ ശല്യത്തിലാണ് കളമശ്ശേരി ആ ഒരു ഏരിയ മുഴുവനെന്ന് മനസ്സിലാക്കുന്നു. 8 പേർക്ക് കടിയേറ്റ സംഭവം ഉണ്ടായിട്ടും അധികൃതർ ഒന്നും കാണുന്നില്ലേ ഇതൊന്നും? ഭവ്യ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരുവുനായയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. കളമശ്ശേരിയിൽ തന്നെ ഇന്നലെ 8 പേർക്കാണ് കടിയേറ്റത്. അതിൽ വയോധികരുണ്ട്, ഒപ്പം കൊച്ചു കുട്ടികളുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകൾക്കും സ്കൂളിൽ പോകുന്ന വഴിക്ക് തെരുവുനായയുടെ ആക്രമണം ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇവരെല്ലാം കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ഒപ്പം വിവിധ ആശുപത്രികളിലുമായി ചികിത്സയിലാണ്. നാട്ടുകാർ ഇതിനു മുൻപ് തന്നെ നേരത്തെ തന്നെ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഇവിടെ തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നഗരസഭ ഇതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഒരു നഗരസഭാ ചെയർപേഴ്സണെ അടക്കം കണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൗൺസിലർമാരോട് വിഷയം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം റോഡിലൂടെ തെരുവിലൂടെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെ ഇതിനു മുൻപ് തന്നെ അവർ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു നടപടി കളമശ്ശേരി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ഇന്നലെ മാത്രം 8 പേർക്കാണ് കടിയേറ്റത്. ഇതിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആളുകളെല്ലാം. ഇവരുടെ മുഖത്തൊക്കെ കടിയേറ്റിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളടക്കം ഇന്നലെ നമ്മൾ കാണിച്ചതാണ്. അത് വളരെ മാരകമായിട്ടുള്ള മുറിവുകളാണ് ശരീരത്തിൽ ആകമാനം ആളുകൾക്ക് ഈ തെരുവുനായയുടെ ആക്രമണം കൊണ്ട് സംഭവിച്ചത്. ഈ തെരുവുനായ, അതായത് 7 പേരെയും കടിച്ചത് ഒരു തെരുവുനായയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ മാത്രം മറ്റൊരു തെരുവുനായയാണ് കടിച്ചത്. ആ 7 പേരെ കടിച്ച തെരുവുനായ അത് ക്യുസാറ്റ് ഭാഗത്തേക്ക്, കളമശ്ശേരി ക്യുസാറ്റ് ഭാഗത്തേക്ക് പോയി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അവിടെയാണെങ്കിൽ നമുക്കറിയാം കോളേജ് ഉണ്ട്, വിദ്യാർത്ഥികളൊക്കെ വരുന്നതാണ്, നല്ല തിരക്കുള്ള ഒരിടമാണ്, പൊതു ഇടമാണ്. അവിടെയൊക്കെ തെരുവുനായയുടെ ആക്രമണം വീണ്ടും ഉണ്ടായാൽ വീണ്ടും ഇത് ആളുകളുടെ എണ്ണം വർദ്ധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഉടനടി ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആവശ്യം. തെരുവുനായകളുടെ നിയന്ത്രണം അത് കൊണ്ടുവരണം, ഇവയെ പിടികൊള്ളണം എന്നൊരു ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്നും ചെയർപേഴ്സണെ കണ്ട് വിഷയം ബോധിപ്പിക്കുക. ഇതിലൊരു ഉടനെ തന്നെ അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്താൻ തന്നെയാണ് നാമി സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ നേരത്തെ തന്നെ നാട്ടുകാർ ഈ വിഷയം അറിയിച്ചിരുന്നു, അധികൃതരെ നഗരസഭയെ അറിയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ തരത്തിൽ ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായത്. 8ഓളം പേർക്ക് പരിക്കേറ്റ സംഭവം എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. ഈ അധികൃതർ ഇത് കാണുന്നില്ല എങ്കിൽ കൃത്യമായി അവരെ അത് കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ അടുത്ത് ദൃശ്യങ്ങളടക്കം സഹിതം തെളിവുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരെ എന്തായാലും നവമി ഉടൻ ബന്ധപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഇത്ര വലിയൊരു സംഭവം കണ്ടിട്ടും കാണാതെ നടിക്കുന്നത് നഗരസഭ? എന്ത് ന്യായീകരണമാണ് അവരിതിന് നൽകുന്നത് നവമി? അപ്പോൾ ഇതുവരെയ്ക്കും നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ മറുപടിയും ലഭ്യമായിട്ടില്ല. നമ്മൾ എന്തായാലും ചെയർപേഴ്സണെ അടക്കം കാണുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ അവർ നഗരസഭാ ചെയർപേഴ്സണെ കണ്ട് ഇക്കാര്യം ബോധിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൗൺസിലർമാരടക്കം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്ന കാര്യം ഇതിനു മുൻപ് തന്നെ ഈ തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല നടപടികളും ഉണ്ടായെങ്കിൽ പോലും ഈ മാലിന്യങ്ങൾ, ഈ ആളുകൾ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് റോഡ് സൈഡുകളിലാണ്. ഇത് കഴിക്കാൻ വേണ്ടി ദൂരെ നാട്ടിൽ നിന്നൊക്കെ തെരുവ് നായകൾ ഇങ്ങോട്ടേക്ക് വരികയും പിന്നീട് അവർ ഇവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഒഴിവാക്കുകയല്ലാതെ മറ്റ് നിവർത്തിയില്ല. പലപ്പോഴും നാട്ടുകാരോട് അല്ലെങ്കിൽ ആളുകളോട് പറയുന്നുണ്ട്, ഈ നിങ്ങൾ വേസ്റ്റുകൾ പൊതുവിടങ്ങളിലേക്ക് വലിച്ചെറിയരുത്, ഇവിടെ തെരുവുനായകളുടെ ശല്യം ഉണ്ടാകുമെന്നൊക്കെ. പക്ഷെ അതൊന്നും കേൾക്കാതെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നതിന് എങ്ങനെ തടയാൻ പറ്റുമെന്നാണ് കൗൺസിലർമാർ ചോദിക്കുന്നത്. ഈ വേസ്റ്റുകൾ വലിച്ചെറിയുന്നതിൽ പിഴ ചുമത്തുന്നുണ്ട്. CCTV അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് പൊതുവിടങ്ങളിൽ. പക്ഷെ വീണ്ടും ആളുകൾ ഇതിന്റെ ഒക്കെ കണ്ണ് വെട്ടിച്ച് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് കൗൺസിലർ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ ചോദിച്ചാലും കാര്യമില്ല. പക്ഷെ തെരുവുനായകൾ അവിടെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇനിയും ആളുകളെ കടിക്കുമെന്നൊരു ആശങ്കയുണ്ട്. അവിടെ ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം നടപടി കളമശ്ശേരി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഭവ്യ, തീർച്ചയായും അത്തരത്തിലൊരു നടപടി വളരെ വേഗം ഉണ്ടാവട്ടെ. കളമശ്ശേരി നഗരസഭ ഈ ഒരു അവസ്ഥ കാണട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.